സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുകയാണ്. തിരുവനന്തപുരത്തും കൊച്ചിയിലും വെള്ളക്കെട്ടുണ്ടായി. തിരുവനന്തപുരം നഗരത്തിൽ മരങ്ങൾ വീണ് പലയിടത്തും വൈദ്യുതി തടസ്സപ്പെട്ടു. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നുണ്ട്. കോട്ടയം മീനച്ചിലാറിൽ ജലനിരപ്പ് ഉയർന്നു. കുട്ടനാട് കൈനഗിരിയിൽ നിരവധി വീടുകളിലേക്ക് വെള്ളം കയറി. പുറംബണ്ട് കെട്ടി ശക്തിപ്പെടുത്താത്തതാണ് വെള്ളം കയറാൻ കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. ചെളിയിലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും ഇറങ്ങുന്നവർ നിർബന്ധമായും എലിപ്പനി പ്രതിരോധ ഗുളികയായ ഡോക്സിസൈക്ലിൻ കഴിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. ഷഫീദ് റാവുത്തർ, ഒപ്പം വിനീത വി ജി, മനീഷ് മഹിപാൽ, ടോബി ജോൺസൺ എന്നിവർ വിവിധയിടങ്ങളിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം ഷഫീദ് റാവുത്തറിലേക്ക്. ഷഫീദ്, സംസ്ഥാനത്ത് പലയിടങ്ങളിലായി ശക്തമായ മഴ പെയ്യുന്നുണ്ട്. പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളത്തിനടിയിലാകുന്ന സാഹചര്യമുണ്ട്. എന്താണ് തലസ്ഥാനത്തെ സ്ഥിതിഗതികൾ? മഴ ഏതൊക്കെ മേഖലകളിൽ ഇപ്പോഴുമുണ്ട്? ഒപ്പം തന്നെ വെള്ളക്കെട്ടിന് എന്താണ് പരിഹാരം? പ്രജിൻ, തിരുവനന്തപുരത്തെ മഴ എത്രത്തോളം ശക്തമാണ്, എത്രത്തോളം അത് രൂക്ഷമാണ്, ജനങ്ങളെ എത്രത്തോളം അത് വലച്ചു, എന്തൊക്കെ പ്രതിസന്ധി എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. അതായത് ഈ റോഡെന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരത്തിലെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രമായിട്ടുള്ള ചാലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ്. കുത്തുവാൾ സ്ട്രീറ്റ് എന്നാണ് ഈ റോഡിനെ അറിയപ്പെടുന്നത്. ഈ റോഡ് അപ്പാടെ വെള്ളത്തിൽ മുങ്ങിത്താഴുന്ന ഒരു അവസ്ഥയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇവിടെ മാത്രമല്ല, തിരുവനന്തപുരത്ത് മുട്ടത്തറയാണെങ്കിലും ഈഞ്ചക്കലാണെങ്കിലും ചാക്കിയാണെങ്കിലും അതേപോലെ തന്നെ IT നഗരമായ കഴക്കൂട്ടത്തടക്കം വലിയ രീതിയിൽ വെള്ളക്കെട്ടുണ്ടായി എന്നുള്ളത് ഒരു വാസ്തവമാണ്. ആ രീതിയിൽ ജനങ്ങൾ വലയുന്ന കാഴ്ചകൾ കൂടി നമുക്ക് തിരുവനന്തപുരം നഗരത്തിന്റെ പല ഭാഗങ്ങളിലും കാണാം. അത് കച്ചവടക്കാരെ അടക്കം പൂർണ്ണമായും വലച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ അല്പസമയം മുൻപ്, ഇതിന് മുൻപത്തെ ബുള്ളറ്റിൽ നമ്മൾ കണ്ടതാണ്, സാധനം വാങ്ങാൻ ചാലയിലേക്ക് എത്തിയ ഒരു വീട്ടമ്മ. ആ വീട്ടമ്മ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എടുത്തിട്ട് ഓടയുടെ മൂടി അടച്ചില്ല, നിർമ്മാണ പ്രവർത്തനങ്ങൾ കംപ്ലീറ്റ് ചെയ്തില്ല. അതുകൊണ്ട് ആ ഓടയിലേക്ക് വീണു പോകുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. വലിയ ബുദ്ധിമുട്ടിലാണ് ആളുകൾ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ചേട്ടാ, കച്ചവടമൊക്കെ ആകെ ബുദ്ധിമുട്ടിലാണോ? ബുദ്ധിമുട്ടാണ്. എപ്പോൾ തുടങ്ങിയ മഴയാ? ഇന്ന് രാവിലെ മെനിഞ്ഞാന്ന് തുടങ്ങിയ മഴയാണ്. കടയ്ക്കകത്തൊക്കെ വെള്ളം കയറിയല്ലോ? കടയ്ക്കകത്തെല്ലാം വെള്ളം കയറി. ആളുകൾ വരുന്നുണ്ടോ? കുറഞ്ഞ ആളുകളൊന്നും വന്നില്ല. പ്രജനീതിന്റെ ഏറ്റവും വലിയ തീവ്രത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചേട്ടാ ഈ കച്ചവടക്കാരനാണ് ഇവിടുത്തെ? കഴിഞ്ഞ വർഷം ഇത്രയധികം വെള്ളം കയറി കണ്ടിട്ടില്ല. കഴിഞ്ഞ വർഷം ഇത് കെട്ടിയ ശേഷം മാത്രമാണ് ഇത്രയും വെള്ളം കയറിയത്. അതിന് മുമ്പേ വെള്ളമൊന്നുമില്ല. ഓടകളൊന്നും അടച്ചിട്ടില്ല. പലതും ഓടകൾ കംപ്ലീറ്റ് വേസ്റ്റ് കിടപ്പുണ്ട്. വേസ്റ്റിന്റെ അകത്താണ് കംപ്ലീറ്റ് വെള്ളം ഉണ്ട്. ഇവിടെ ഇപ്പം നമ്മൾ ഈ മുട്ടിന് താഴെയാണ്. ഈ അങ്ങോട്ട് പോകുമ്പോൾ ഈ വെള്ളം കൂടി വരെയാണ്. അങ്ങനെ കംപ്ലീറ്റ് മാർക്കറ്റിന്റെ ഉള്ളിൽ കയറാൻ ഒരു വഴിയില്ല. ചുറ്റും വെള്ളമാണ്. ഈ കച്ചവടക്കാരാണ്, അവരോട് ആശങ്കയാണ് പങ്കുവച്ചത്. ചേട്ടാ, ഇത് സാധനം കൊണ്ട് അങ്ങോട്ട് പോകും. സാധനം കൊണ്ടുപോയാൽ ഇത് സ്മാർട്ട് സിറ്റിയുടെ അസാധ്യമായ പണിയാണ് ഇതിന് കാരണം. ഓടകൾ തമ്മിൽ ലിങ്ക് ചെയ്യാതെ കുറച്ച് ഓട പണി ചെയ്തിട്ടിട്ട് ബാക്കി ഗ്യാപ്പ് ഇട്ട് പണി ചെയ്ത് മഴയ്ക്ക് മുമ്പേ പറഞ്ഞതാണ്. ഞാൻ ഇവിടുത്തെ ചാലയിലെ വ്യാപാരിയാണ്, വ്യാപാരി വ്യവസായ സമിതിയുടെ ജോയിന്റ് സെക്രട്ടറിയാണ്. എത്രയാണോ പറഞ്ഞിട്ട് അവർ അതിൻ്റെ രീതിയിൽ അതിനെ ഒരു ഉപേക്ഷ വിചാരിച്ചുകൊണ്ടാണ്. ഇത് തന്നെയാണ് ഈ വ്യാപാരി പറഞ്ഞ ഇതേ സംഭവം തന്നെയാണ് ഇക്കാര്യത്തിൽ നമുക്ക് എടുത്തു പറയാൻ. കാരണം സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണം അല്ലെങ്കിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ആ സാഹചര്യം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി ചാലയിലെ വ്യാപാരികൾക്ക് എന്നുള്ളതും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അത്രത്തോളം ഗൗരവമാണ് ഇവിടുത്തെ അവസ്ഥ. ഇനി തിരുവനന്തപുരത്തെ മറ്റ് സ്ഥലങ്ങളിലെ കാര്യങ്ങൾ ഈ റോഡ് നിർമ്മാണം അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ നേരത്തെ വാർത്തയിൽ ഇടം പിടിച്ചാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാം, ഇത് വെള്ളക്കെട്ട് മാത്രമല്ല, വലിയ അപകട സാധ്യത അവിടെ ഉണ്ട്. നേരത്തെ ഷഫീദ് പറഞ്ഞതുപോലെ സ്ത്രീ അവിടെ വീഴുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഈ കമ്പികൾ ഉയർന്നു നിൽക്കുന്നു. അവിടെ കുഴികൾ എവിടെയാണെന്ന് പലർക്കും അറിയില്ല, ധാരണയില്ല. അപ്പോൾ ഈ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിശദീകരണമോ ഒരു പ്രതികരണവും ഇല്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? പ്രജൻ, നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ മേയർ ആര്യ രാജേന്ദ്രനൊക്കെ പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അതല്ലെങ്കിൽ മഴക്കാലത്തിന് മുമ്പ് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുമെന്നാണ്. പക്ഷെ അതെങ്ങും എത്തിയില്ല, പെരുവഴിയിലായി എന്നുള്ള കാര്യമാണ് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, തിരുവനന്തപുരം നഗരത്തിലെ ചാലയിലെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടില്ല നഗരസഭയ്ക്കെങ്കിൽ. സ്വാഭാവികമായും അതെന്ത് നഗരസഭ എന്നുള്ളത് ചോദിക്കും. കാരണം തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ടൊക്കെ നമ്മൾ എല്ലാ കാലവും എല്ലാ വർഷവും ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തു പോകുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, ഇതിന്റെ കമ്പികൾ ഇതടക്കമുള്ള കാര്യങ്ങളിൽ തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം അതല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കില്ലല്ലോ. ആ കാഴ്ച തന്നെയാണ് അതിന്റെ തെളിവ് എന്നുള്ള കാര്യം ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അത് വ്യാപാരികളെ മാത്രമല്ല, ഇവിടേക്ക് സാധനം വാങ്ങാൻ വരുന്നവരെ ബുദ്ധിമുട്ടിലാക്കുന്നു. ഇത് കാണുന്ന മറ്റുള്ളവരുടെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തെ ആളുകളുടെ അവസ്ഥയാണ്. തലസ്ഥാന നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വാണിജ്യ കേന്ദ്രം പോലും കൃത്യമായി നടപ്പിലാക്കാൻ, ഒരു ആസൂത്രണത്തോടു കൂടി അത് കൃത്യമായി പൂർത്തീകരിക്കാൻ, മഴക്കാലത്തിന് മുമ്പ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തൊരു നഗരസഭ എന്നൊക്കെ ചോദ്യമൊക്കെ സ്വാഭാവികമായും ഉയരും. അത് ജനങ്ങളുടെ ഒരു ആശങ്ക കൂടിയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇക്കാര്യത്തിൽ നഗരസഭയുടെ ഔദ്യോഗിക വിശദീകരണം ഉറപ്പായും വേണം. കാരണം ചാല എന്നതിനപ്പുറത്തേക്ക്
ചാലയ്ക്ക് പരിസരത്തുള്ള മറ്റ് സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് മുട്ടത്തറയാണെങ്കിലും ഈഞ്ചക്കലാണെങ്കിലും ചാലയിലാണെങ്കിലും ഈ ചാക്കയിലാണെങ്കിലും ഒക്കെ പല സ്ഥലത്ത് കാര്യമായ രീതിയിൽ ഈ വെള്ളം കയറി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമുക്ക് ഈ വ്യാപാരികളുടെ ഒക്കെ ഒരു അവസ്ഥയാണ് ഇതിനകത്ത് ഏറ്റവും കഷ്ടത എന്ന് പറയുന്നത്. കാരണം ശരി വലിയ ഷെഫീദ്, അത് പൈസ വ്യക്തമാണ്. ഈ ദൃശ്യങ്ങളിൽ തന്നെ വലിയ വെള്ളക്കെട്ടാണ് ചാല മാർക്കറ്റിലടക്കം അവിടെ മുട്ടത്തറ ഭാഗങ്ങളിലൊക്കെ തന്നെ ഉള്ളത്. അവിടെ വലിയ ദുരിതം പ്രദേശവാസികൾ അനുഭവിക്കുന്നു. അപ്പം വ്യാപാരികളുണ്ട്, അവിടത്തെ സാധനം വാങ്ങാൻ വരുന്നവരെല്ലാം ആ ദുരിതം അനുഭവിക്കുന്നുണ്ട്. ഒപ്പം തന്നെ വലിയ അപകട സാധ്യത അവിടെയുണ്ട്.